ജിയാസിയം എന്നെ റെജിമൽ സാർ പരിചയപ്പെടുത്തി. എങ്കിലും എന്റെ പേര് ജെമിനി ബാബു. നിങ്ങൾക്കൊക്കെ അറിയാം, ഷാർനാട് ബാബു സാറിന്റെ വൈഫാണ്. ആദ്യം തന്നെ ഒരു വലിയൊരു സന്തോഷം. ഇന്നലെ ഒരു ദിവസം എല്ലാവരും അനുഭവിച്ചത് ഞങ്ങളുടെ വീട്ടിലും ആ ഒരു അനുഭവം. റെജിമൽ സാർ പറഞ്ഞു, ഇന്നലെ ഇയർലി ബോണസ് എല്ലാവർക്കും വന്ന ദിവസമാണ്. ബാബു സാർ ആണെങ്കിൽ എത്ര തവണ എന്നെ കാണിച്ചു എന്ന് എനിക്കറിയില്ല മൊബൈലിൽ. ഇത്രയും വലിയൊരു തുക ആദ്യം ഞാൻ വിചാരിച്ചു ഇത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷിക്കാൻ എന്താ, ഇതിങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ ടീം മെമ്പേഴ്സിന്റെ അതും എടുത്തിട്ട് ഓരോരുത്തരുടെ ഇങ്ങനെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു സന്തോഷം, ഇത്രയും വലിയൊരു തുക ആദ്യമായിട്ട് അക്കൗണ്ടിലൊക്കെ വരിക എന്ന് പറയുമ്പോൾ ശരിക്കും ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാണ്, ആ ഒരു വലിയൊരു സന്തോഷം. പക്ഷെ അവിടെ ഒരു കാര്യമുള്ളത്, ഇത് എല്ലാവർക്കും ഈ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളതാണ്. സീനിയർ ലീഡേഴ്സിന് അവരുടെ ബിസിനസിന്റെ അനുസരിച്ച് ഒരു വലിയ തുക വരുന്നു. താഴെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് മന്ത്ലി ബോണസും ഉണ്ട്, ഇയർലി ബോണസും ഉണ്ട്. അപ്പം എല്ലാവർക്കും ഈ ഒരു ഓരോ ലീഡേഴ്സിന്റെ പൊസിഷനിലേക്ക് എത്താനും ഈ ഒരു എന്താ പറയാ, ഇതുപോലെ ഒരു വലിയ തുക എല്ലാവർക്കും ലഭിക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. കമ്പനി എന്നും പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പാലിച്ചു തന്നിട്ടേ ഉള്ളൂ. ഒരു കാര്യങ്ങളും കമ്പനി പാലിക്കാതിരുന്നിട്ടില്ല, അല്ലെ? എല്ലാത്തിനും റെഡി ആയിട്ട് RCM എന്ന പ്രസ്ഥാനം നമ്മുടെ കൂടെ ഉണ്ട്, TCG ഉണ്ട്, ഇപ്പൊ നമുക്ക് പുതിയ MD ആദ്യം തന്നെ കേരളത്തിൽ വന്നു. ഇതിനൊക്കെ നമ്മുടെ കൂടെ ആൾക്കാരുണ്ട്, ചെയ്തു തരാൻ ഉള്ള കാര്യങ്ങൾ അവർ ചെയ്തു തരുന്നുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 14 വർഷമായി RCM എന്ന ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, ജീവിക്കുന്നു തന്നെ പറയാം. അത്രയും കഴിഞ്ഞ ദിവസം സൗരഭ് സാർ വന്നപ്പം സ്റ്റേജിൽ ചോദിച്ചിരുന്നല്ലോ, RCM ബിസിനസ് ചെയ്യുന്ന എത്ര പേരുണ്ട്, അവര് ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞു. കുറച്ചുപേര് ഹാൻഡ് റൈസ് ചെയ്തു. അതിനുശേഷം RCM ജീവിക്കുന്ന എത്ര പേരുണ്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ശരിക്കും കമ്പനി പോലും അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, RCM നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെ ആവണം നമ്മൾ. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് മറിച്ചാണ്. ഈ 14 വർഷമായി RCM എന്ന പ്രസ്ഥാനത്തിൽ ജീവിക്കുന്നു, ഒരുപാട് ആൾക്കാരെ കാണുന്നു, ടീം മെമ്പേഴ്സിന്റെയും മറ്റു ടീമിലുള്ള ആൾക്കാരെയും, ഒരുപാട് ആൾക്കാരുടെ ജീവിത ശൈലിയും അവരുടെ മാറ്റങ്ങളും ഒക്കെ കണ്ടു വന്നത് കൊണ്ട് തന്നെ എനിക്കും അറിയാൻ പറ്റും എങ്ങനെയാണ് ഓരോരുത്തരും ഇതിൽ നിൽക്കുക എന്നുള്ളത്. നമ്മുടെ സീനിയർ ലീഡേഴ്സ് ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ മൂർത്തി സാറൊക്കെ വരുന്ന സമയത്ത് 30 പ്രോഡക്റ്റ് ഉള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ RCMലേക്ക് കടന്നു വന്നപ്പോൾ ഒരു 100 പ്രോഡക്റ്റ് താഴെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിലൊക്കെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഡയമണ്ട് വട്സാറൊക്കെ വരുന്ന സമയത്ത് ഒരേ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. അവരൊരു പ്രോഡക്റ്റ് കൂടെ ചോദിച്ചാൽ കൊടുക്കാൻ GCGയുടെ കയ്യിലില്ല. പക്ഷെ ആ ഒരു പ്രോഡക്റ്റിന്റെ ആ പ്രോഡക്റ്റ് കയ്യിൽ വെച്ചുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ മഹത്വം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു വലിയ ഒരു നന്മ, ഭാവിയിലേക്കുള്ള കരുതലൊക്കെ കണ്ടുകൊണ്ട് വന്ന അന്നത്തെ സീനിയർ ലീഡേഴ്സ് ഇന്ന് ഡയമണ്ടും സ്റ്റാർ സഫയറും ഒക്കെ ആയിട്ട് നമ്മുടെ RCM എന്ന ഈ ഫാമിലിയിലുണ്ട്. പക്ഷെ അന്നും വന്ന് തിരിച്ചു പോയവരല്ല, ഇട്ടിട്ട് പോയവരുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. എനിക്ക് ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്ന് വിചാരിക്കുകയും ചോദിക്കുകയും ചെയ്തവര് കാണും. പക്ഷെ അന്നേരം TCG എന്താ പറഞ്ഞിട്ടുണ്ടാവാ, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. പക്ഷെ പ്രോഡക്റ്റുകൾ വരും, ഈ ഒരു പ്രോഡക്റ്റ് വെച്ച് ഇപ്പൊ ചെയ്യുക എന്ന് പറയാനല്ലേ അദ്ദേഹത്തിന് പറ്റുള്ളൂ. കാരണം അന്ന് ആ ഒരു പ്രോഡക്റ്റേ ഉള്ളൂ. എന്താണ് അന്നത്തെ ആ ഒരു സൂട്ട് ലെങ്ത് മാത്രമേ, അതിന്റെ ഒരു പാന്റും കോട്ടും തയ്ക്കാനുള്ള ഒരു തുണി മാത്രം, അതാണ് അന്നത്തെ ആ ഒരു പ്രോഡക്റ്റ്. ആ ഒരു പ്രോഡക്റ്റിൽ കൊണ്ട് ബിസിനസ് തുടങ്ങിയ ആൾക്കാരുടെ ഒക്കെ അക്കൗണ്ടില് ഇന്നലെ എത്ര രൂപ വന്നിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കണക്ക് കൂട്ടി നോക്കിക്കേ. ആലോചിച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നു തലയുടെ വെളിവ് കെടും. അത്രയും വലിയൊരു തുക ഇന്നലെ അവരുടെ ഒക്കെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും, അല്ലെ? ഡയമണ്ടിന്റെ ഒക്കെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും. ഈ ഒരു ഓപ്ഷൻ ഇവിടെ നമ്മൾക്കും ഉണ്ട്. ഒരു പ്രോഡക്റ്റ് വെച്ച് RCM ബിസിനസ്സിലേക്ക് വന്ന് വിജയിച്ച ആൾക്കാർ ഇവിടെ ഉള്ളപ്പം, ഇന്ന് 4000-ൽ പരം പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ ഉള്ളപ്പം RCM ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, മടിയാണ്. അധികം ആൾക്കാരും ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഞാൻ കൊണ്ടുപോകുന്നവരാരും ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാനും ഇനി ഒന്നും ചെയ്യുന്നില്ല, ഞാൻ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നോളാം. ഞാൻ ചോദിച്ചു, എത്ര പേരെ കൊണ്ടുവന്നു? RCM വന്നിട്ട് എത്ര വർഷമായി? 2 വർഷമായി RCM മെമ്പർഷിപ്പ് എടുത്തിട്ട്. ഈ 2 വർഷം കൊണ്ട് എത്ര പേരെ കൊണ്ടുവന്നു RCM? വിരലിൽ എണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. അതില്
ഒന്നോ രണ്ടോ പേര് പ്രോഡക്റ്റ് വാങ്ങുന്നവരാണ്, ഒന്നോ രണ്ടോ പേര് ബിസിനസ്സിന് ആക്റ്റീവായിട്ട് വന്നു. പക്ഷെ അവര് ഒന്നും ചെയ്യുന്നില്ല, ഇപ്പൊ അവർക്ക് മടി. അതുകൊണ്ട് ഞാനിപ്പം ബിസിനസ് ചെയ്യുന്നില്ല. പക്ഷെ ഞാനിപ്പോ ചോദിച്ച ഒരു കാര്യം, 14 വർഷം മുമ്പ് ഞാനും ബാബുസാറൊക്കെ RCMലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ സീനിയർ ലീഡേഴ്സ് വരുമ്പോൾ, എത്ര പേരോട് എത്ര നാള് പറഞ്ഞിട്ടാണ് ഒരാളെ ബിസിനസ്സിന് തയ്യാറായി നമുക്ക് കിട്ടിയത്? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും നമുക്കറിയാം, നമ്മുടെ ഇവിടെ യൂട്യൂബ് ചാനലുകളെല്ലാം സീനിയർ ലീഡേഴ്സിന്റെ എല്ലാം വന്ന വഴികളൊക്കെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമയമെടുക്കും. എപ്പോഴും സമയമെടുത്ത് മാത്രമേ നമുക്ക് ലക്ഷ്യത്തിൽ എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ഏതൊരു ട്രഡീഷണൽ ബിസിനസ് ആയാലും നമ്മൾ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഇൻകം കിട്ടില്ല. നമ്മുടെ എല്ലാ ചെലവുകളും കഴിഞ്ഞ് ബാക്കി ലാസ്റ്റ് നമുക്ക് ഒരു 5-6 വർഷമെങ്കിലും, 5-6 വർഷം പോലും ചിന്തിക്കാൻ പറ്റില്ലെന്നാണ് ട്രഡീഷണൽ ബിസിനസ് ഞങ്ങൾ ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. കാരണം ഞങ്ങൾ ഒരു റീറ്റെയിൽ ഷോപ്പാണ് തുടങ്ങിയത്. അപ്പൊ ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് വേണ്ട പ്രോഡക്റ്റുകൾ എടുക്കുന്ന ഹോൾസെയിൽ ഷോപ്പിന്റെ ഉടമ പറഞ്ഞു തന്ന കാര്യമാണ്. ഞങ്ങൾ ഷോപ്പ് നിർത്തിയപ്പം അയാൾ പറഞ്ഞ കാര്യമാണ്, ഒരു 6 വർഷമെങ്കിലും കഴിയാതെ ഷോപ്പ് നിർത്താൻ പോലും പാടില്ലായിരുന്നു. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചത് തന്നെ തെറ്റ്. ഞങ്ങൾ 2-2.5 വർഷം കൊണ്ട് കൈപൊള്ളി എന്ന് വിചാരിച്ച് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ പോലും അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ക്യാഷ് ഇറക്കി ഒരു 5-6 വർഷം ബിസിനസ് ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടും, അല്ലെങ്കിൽ കിട്ടാനുള്ള ഒരു സമയം മാത്രമേ. എന്തെങ്കിലും എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള വലിയ തുകയോ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന രീതിയിലുള്ള തുകയോ ഒന്നും കിട്ടില്ല. എന്തെങ്കിലും ഒന്ന് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അങ്ങനെ RCMലാണെങ്കിലോ നമ്മൾക്ക് ഒന്നും ചെയ്യാനില്ല, ഒരു പൈസയും നമ്മൾ ഇവിടെ മുടക്കണ്ട. കമ്പനി എല്ലാം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. നമ്മൾ ഒന്ന് ചെയ്യാൻ മാത്രം തയ്യാറായാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രാമഗ്രാമാന്തരങ്ങളിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മളുടെ ഈ പ്രോഡക്റ്റുകൾ ഒന്ന് എത്തിച്ചാൽ മാത്രം മതി. അപ്പം ആദ്യം നമ്മൾക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നല്ലൊരു മനസ്സുണ്ടാവണം RCMലേക്ക് വരണമെന്നുണ്ടെങ്കിൽ. RCMലേക്ക് ഞങ്ങൾ കടന്നു വന്ന സമയത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇനി പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ല. ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് തന്നെയാണ് ഇവിടെ അവരെ എത്തിയത്. ഇന്നത്തെ ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറം, അല്ലെ ഇന്നത്തെ ആൾക്കാർക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. ശരിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബൈബിൾ വാക്യം തന്നെയാണ് അത്. ഇന്നും ബൈബിൾ വാക്യത്തിൽ തുടങ്ങാം, സ്വർഗത്തിലേക്കുള്ള വാതിൽ കല്ലും മുള്ളും നിറഞ്ഞതും ഇടുങ്ങിയ വഴിയുമായിരിക്കും. പക്ഷെ ആ ഒരു വഴിയിലൂടെ കടന്നാൽ പിന്നെ ചെല്ലുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും സന്തോഷമുള്ള, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ആനന്ദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ്. നമ്മളൊക്കെ സ്വർഗം എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ആരും കണ്ടിട്ടില്ല, പോയിട്ടില്ല. അവരവര് പോയാൽ മാത്രമേ അവിടുത്തെ സന്തോഷം അനുഭവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അവിടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിച്ച് നമുക്ക് അവിടെ ചെല്ലാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് RCMലെ തുടക്കത്തിലെ ലീഡേഴ്സിന് വന്നിരിക്കുന്നത്. കാരണം അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട്. നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റോറി ഒക്കെ ക്ലാസ്സുകളൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിലൊക്കെ തന്നെ പല കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ തന്നെ അനുഭവിച്ചിട്ടാണ് ഓരോ സീനിയർ ലീഡേഴ്സും ഇവിടെ എത്തിയത്. അപ്പം ഇനിയും നമ്മൾ യാത്രയിലാണ്. പക്ഷെ ഇന്ന് വരുന്ന ഒരാൾക്ക് എന്താണ് ഇവിടെ ബുദ്ധിമുട്ട്? ഇത്രയും ഹൈവേ പോലെ അല്ലെ, ഇത്രയും നല്ല ഭംഗിയായിട്ട് വഴിയൊക്കെ വെട്ടി തെളിച്ച് നല്ല സ്പീഡിൽ ഇങ്ങോട്ട് പോന്നാൽ മതി. പക്ഷെ പോരാൻ പോലും മടിയാണ്. അപ്പം എനിക്കറിയാം, നമ്മളെപ്പോഴും നമ്മുടെ പണ്ട് കാരണവന്മാര് പറയും, നമുക്ക് സുഖങ്ങൾ കൂടി പോയാലും കുഴപ്പമാണ്. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കുക, ഇതുപോലൊരു പ്രസ്ഥാനം എവിടെ കിട്ടും? ഇപ്പം ഇത്രയും മന്ത്ലി ബോണസ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു, ഇന്നലെ ഇയർലി ബോണസ് കിട്ടി. ഇതൊക്കെ കമ്പനി പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ നമുക്ക് ചെയ്തു തരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊന്ന് വാങ്ങിയെടുക്കാൻ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. പലപ്പോഴും ചെയ്യാനുള്ള മടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ആ മടി ഒന്ന് മാറ്റി, TCG തന്നെ പറഞ്ഞിട്ടുണ്ട്, മടി അല്ലെ, ശരം, ശങ്ക, അഹങ്കാരം, ഇത് മൂന്നും മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു 3 കാര്യങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു മനസ്സുണ്ടായാൽ, കാരണം നല്ലൊരു മനസ്സുണ്ടാവാന്ന് പറഞ്ഞാൽ വളരെ വളരെ അത്യാവശ്യമായ കാര്യമാണ് RCMല്. എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളാനൊക്കെ പറ്റണം. പക്ഷെ പലർക്കും അതും സാധിക്കാറില്ല. അപ്പൊ നല്ലൊരു മനസ്സുണ്ടായാൽ മാത്രമേ നമുക്ക് RCMൽ നിലനിൽക്കാനും മുന്നോട്ടേക്ക് പോകാനും സാധിക്കത്തുള്ളൂ. പിന്നെ വേറെ ഒരു കാര്യം വേണ്ടത്, നല്ല ക്ഷമയുണ്ടാവണം. ഈ ക്ഷമ, ഞാനിപ്പോ ആദ്യം പറഞ്ഞ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ ഈ ഒരു 14 വർഷം കൊണ്ട് ഇവിടെ എത്തിയ ഞങ്ങൾക്ക് ക്ഷമയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്കറിയാം, എനിക്ക് വളരെ ക്ഷമ കുറവുള്ള ഒരാളായിരുന്നു. RCM വന്നതിന് ശേഷമാണ് ക്ഷമ എന്താന്ന് കുറച്ചെങ്കിലും എനിക്ക് മനസ്സിലായത്. പക്ഷെ ബാബുസാറിനെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആരോട് പറഞ്ഞാലും ഞാൻ പറയും, നമ്മൾ പറയും എന്താ, ഭൂമിയോളം ക്ഷമിക്കണം അല്ലെ, അങ്ങനെ പറയാം. അതിലും താഴേക്ക് ക്ഷമിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ ആ ഒരു സഹനശക്തിയുള്ള ഒരാളാണ്.
അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു 14 വർഷം കൊണ്ട് ഇത്രയും ദുരിതങ്ങൾ അനുഭവിച്ചിട്ടും പിടിച്ചു നിന്ന് ഇവിടെ വരെ എത്തിയത്. അപ്പൊ ആ ഒരു സഹനശക്തി നമുക്ക് തീർച്ചയായിട്ടും വേണം. ക്ഷമയുടെ നെല്ലിപ്പലക കാണുക എന്നൊക്കെ പറയില്ലേ, ആ നെല്ലിപ്പലകയും കഴിഞ്ഞിട്ടാണ് ഇവിടെ വരെ എത്തിയത്. നെല്ലിപ്പലക കാണുന്നതിന് മുമ്പേ ആൾക്കാർ ഇട്ടിട്ട് പോകും, അല്ല നമ്മുടെ കൂടെ തന്നെ വന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, RCM വിട്ടുപോയ ആൾക്കാരുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ക്ഷമയോടുകൂടി ഒന്ന് കാത്തിരുന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അല്ലെ നമുക്ക് ഇന്ന് ലീഡേഴ്സിന് കിട്ടുന്ന, അല്ലെ എല്ലാവർക്കും കിട്ടുന്ന മന്ത്ലി ബോണസും ഇയർലി ബോണസും, മന്ത്ലി ബോണസ് കിട്ടിയവർക്ക് അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവും. ഇയർലി ബോണസ് കൂടുതലും കുറവും പല രീതിയിൽ കിട്ടിയ ആൾക്കാരാണ്. അപ്പൊ ഓരോരുത്തരും ആലോചിക്കണം, എനിക്ക് എവിടെ എത്തണം, എനിക്ക് ഏത് പിന്നിൽ എത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നല്ല ക്ഷമയോടുകൂടി തന്നെ നമ്മൾ പോകണം. പിന്നെ നമുക്ക് വേണ്ടത് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് നിൽക്കാനുള്ള കഴിവാണ്. ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ ബാബു സാർ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, പ്രതിസന്ധികള് സാറ് പറയുന്ന ഓട്ടോറിക്ഷ വിളിച്ചു വരും എന്ന് പറയും. അപ്പൊ പ്രതിസന്ധികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് ഏതുവഴി വരിക എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അത് പല രീതിയിലായിരിക്കും. അത് നമുക്ക് തന്നെ, നമ്മളിൽ തന്നെ ഉണ്ടാവും. നമുക്ക് തന്നെ ബിസിനസ് ചെയ്യാനുള്ള മടി അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞാൻ കൊണ്ടുവന്നവരൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് തളർന്നു പോവാ, ഇട്ടിട്ട് പോവാ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ പ്രതിസന്ധികൾ വരുന്നതാണ്. ചെറിയൊരു കുഞ്ഞു കാര്യം മതി നമ്മൾ പെട്ടെന്ന് ആ ഇതിൽ നിന്ന് പോകാനുള്ള കാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. നമ്മളുടെ ഒരു അല്ലെ നമ്മുടെ ഒരു മനുഷ്യർ, നമ്മുടെ രീതി അങ്ങനെയാണ്. അപ്പൊ ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാനുള്ള ചിന്തിച്ചാൽ മതി. എല്ലാ ലീഡേഴ്സിനും ഇവിടെ എത്താമെങ്കിൽ ഇത്രയും ഇപ്പൊ ഇന്ന് ഇന്ത്യ ഒട്ടാകെ എത്ര പേർക്കാണ് RCMയുടെ വരുമാനം കിട്ടി ജീവിക്കുന്ന ആൾക്കാർ, അല്ലെ? ഞങ്ങളുടെ ഫാമിലി തന്നെ RCMൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ശരിയാണ്, ലോറി പിടിച്ചോ ഒക്കെ വരും, രാഖി മേഡം എഴുതിയിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ തയ്യാറായി ഇരിക്കണം. ലോറി പിടിച്ചൊക്കെ നമ്മുടെ പ്രതിസന്ധികൾ വരുമ്പോൾ ഇതിനെയൊക്കെ നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഇവിടെ ലീഡേഴ്സ് എല്ലാവരും ഉണ്ട്. നിങ്ങളെ RCMലേക്ക് കൊണ്ടുവന്ന ഒരാൾ മുതൽ സീനിയർ ലീഡേഴ്സ് മുതൽ എല്ലാത്തിനും നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പം ആ ഒരു ശ്രദ്ധ നമ്മൾ എപ്പോഴും ഉണ്ടാവണം. എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ RCMനെ വിട്ടിട്ട് പോലെ ഞാൻ നേടിയെടുക്കും. എനിക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, ഇതിനേക്കാളിലും വലിയൊരു ഓപ്ഷൻ, ഇതിനും വലിയൊരു കമ്പനി, അല്ലെങ്കിൽ ഇതിനും നല്ലൊരു പ്രസ്ഥാനം വേറെ ഒരിടത്തും ഇല്ല, ലോകത്ത് ഒരിടത്തും ഉണ്ടാവില്ല. അപ്പം നമുക്കറിയാം, സൗരവ് സാറ് പറഞ്ഞു കഴിഞ്ഞ 24 വർഷം കൊണ്ട് നേടിയത് 5 വർഷം കൊണ്ട് കമ്പനിയിൽ നമുക്ക് നേടാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു സന്തോഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ എന്തിനാണ് ഇനി അധികം കഷ്ടപ്പെടുന്നത്? അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ലീഡേഴ്സ് ഒക്കെ 14, 15, 16 വർഷം കൊണ്ട് നേടിയത് 5 വർഷം കൊണ്ട് നേടാമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ വിഷമിക്കുന്നത്? പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം. ഇപ്പൊ ആദ്യം ഞാൻ 3 കാര്യം പറഞ്ഞു, അത് അതിന്റെ ഒരു തുടക്കമാണ്. നല്ലൊരു മനസ്സുണ്ടാവണം, നമുക്ക് ക്ഷമയുണ്ടാവണം, ആ ഒരു 2-3 കാര്യങ്ങൾ നമ്മൾ പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാനുള്ള കഴിവുണ്ടാവണം. ഈ ഒരു 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് നിൽക്കാൻ പറ്റും. പിന്നെ RCMൽ വിജയിക്കണമെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട്. നമ്മൾ പറയുമ്പം ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ RCMലേക്ക് കടന്നു വന്നു കഴിഞ്ഞാല് എന്താ പറയാ, നമ്മളൊരു ആദ്യം മിക്കവാറും നമ്മൾ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും RCMലേക്ക് വരുന്നത്. അതിനുശേഷം നമ്മളെ നമുക്ക് പരിചയപ്പെടുത്തിയ ആൾ നമുക്ക് ഒരു ID തരും. അപ്പൊ നമ്മൾ അതിനുശേഷം ആ ഒരു ID എടുത്തതിന് ശേഷം വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ RCMലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വർക്ക് തുടങ്ങാൻ തീരുമാനിക്കണം. പെട്ടെന്ന് അതിന് ഒരു സമയം നമ്മൾ പിന്നത്തേക്കിന് മാറ്റി വെക്കേണ്ട കാര്യമില്ല. നാളത്തേക്കിനോ അല്ലെ മറ്റന്നാളത്തേക്കിനോ പിന്നെ ആവട്ടെ, അല്ലെ ഞാൻ ഫ്രീ ആവട്ടെ, ഇതൊന്നും ഇവിടെ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ അവിടെ RCMൽ ആയതുകൊണ്ട്, അല്ലെ ഡയറക്റ്റ് മാർക്കറ്റിൽ ആയതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് പെട്ടെന്ന് തന്നെ പരാജയം നമ്മളിലേക്ക് വരും. കാരണം ഇത് ഇപ്പൊ നമ്മളൊരു ഓഫീസിൽ ജോലിക്ക് പോയാൽ 1 മാസം ജോലി ചെയ്താൽ മാസത്തിന്റെ അവസാനം നമുക്ക് ശമ്പളം കയ്യിൽ കിട്ടും. അത് എത്രയാണെന്ന് പറഞ്ഞാലും ചെറുതായാലും വലുതായാലും ആ തുക നമ്മുടെ കയ്യിലേക്ക് കിട്ടും. അപ്പൊ ഇതൊന്നും നമ്മളെ തളർത്താൻ പാടില്ല. പരാജയം സംഭവം ചിന്തിക്കുന്ന കാര്യം എന്നാ, എന്നെ കൊണ്ട് ഇത് പറ്റില്ല, അല്ലെങ്കിൽ RCM ഈ ഒരു ഡയറക്റ്റ് മാർക്കറ്റ് ഇതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടിട്ട് പോകുന്നവരാണ് അധികം ആൾക്കാരും. പക്ഷെ നമ്മളത് സ്റ്റോപ്പ് ചെയ്യാതെ തന്നെ നമ്മളുടെ ലീഡേഴ്സിന്റെ കൂടെ മുന്നോട്ടേക്ക് പോവാം. അവര് നമ്മളെ കൈപിടിച്ച് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും. പിന്നെ അനുഭവങ്ങൾ തന്നെ നമ്മൾ സ്വയം പഠിക്കണം. നമുക്ക് ഓരോ അനുഭവങ്ങൾ RCMലെ അല്ലെങ്കിൽ അത് ജീവിതത്തിലും അങ്ങനെയാണല്ലോ, നമ്മുടെ സ്വന്തം ജീവിതത്തിലെ ജീവിതാനുഭവങ്ങൾ നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ അനുഭവത്തിലൂടെ പഠിച്ച് വേണം മുന്നോട്ടേക്ക് കയറിപ്പോ. തുടക്കകാലത്ത് ആർക്കായാലും, ഇന്നും പുതിയതായിട്ട് വരുന്ന ആൾക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല. അപ്പൊ നമ്മൾ നമ്മുടെ അനുഭവങ്ങളോട് ഓരോന്ന് പഠിച്ച് നമ്മുടെ ലീഡേഴ്സിൽ നിന്ന് പഠിച്ച് തന്നെ നമ്മളെ മുന്നോട്ടേക്ക് പോവാം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യണം. കാരണം ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. അപ്പൊ ഞങ്ങൾ RCMലേക്ക് കടന്നു വന്നപ്പം മൂർത്തി സാറാണ് ഞങ്ങളെ RCMലേക്ക് കൊണ്ടുവന്നത്.
അപ്പൊ മൂർത്തി സാറ് കൊണ്ടുവന്ന സമയത്ത് ആർസിഎമ്മിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പം ബാബു സാറിന് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു ലക്ഷ്യബോധം ഉണ്ടായി. കാരണം സാധാരണ ചെയ്യുന്ന ഒരു ജോലി, ഇപ്പം ബാബു സാറിന് ഒരു ഗവൺമെന്റ് ജോലി കിട്ടും, അല്ലെങ്കിൽ പ്രൈവറ്റിൽ പോവാ, അല്ലെങ്കിൽ ബിസിനസ് എന്തും ആയിക്കോട്ടെ, അതിലൂടെ കിട്ടുന്ന വരുമാനം അതിനേക്കാളിലൊക്കെ മേലെ അപ്പൊ അതിലൊക്കെ മേലെ ഇതിനകത്ത് ഒരു എന്താ പറയാ, ഇതിന്റെ ഒരു ഉൾക്കാഴ്ച കണ്ടുകൊണ്ട് തന്നെയാണ് ആർസിഎമ്മിനെ ഏറ്റെടുത്തത്. അപ്പൊ അവിടെ ഒരു ലക്ഷ്യമുണ്ടായി, എനിക്ക് എന്തൊക്കെ നേടാൻ പറ്റും. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർന്ന ജീവിച്ച ഒരു സാധാരണ ഗവൺമെന്റ് ജോലി ചെയ്ത് എന്താ പറയുക, നമ്മുടെ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും സാധിക്കാതെ ജോലി ചെയ്യുന്നുണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്, അതിങ്ങനെ എന്താ പറയാ സാധാരണ ഇങ്ങനെ പോകുന്നു. അല്ല നമ്മുടെ വലിയ സ്വപ്നങ്ങളൊന്നും നേടാൻ നമുക്ക് സാധിക്കാത്ത ഒരു ജീവിതത്തിൽ നിന്നും ഇത്രയും വലിയൊരു എന്താ പറയാ പ്രസ്ഥാനത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നപ്പോ, നമുക്ക് മൂർസാറ് പറഞ്ഞു തന്നപ്പോ സാറിന് മനസ്സിലായത് ഇതിലൂടെ സ്വപ്നങ്ങളൊക്കെ നേടിക്കൊണ്ട് ജീവിക്കാം. അതുവരെ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ പുറത്തെടുക്കാത്ത ഒരു ജീവിതമായിരുന്നു. അപ്പൊ സ്വപ്നങ്ങളൊക്കെ നേടിക്കൊണ്ട് അടുത്ത തലമുറയ്ക്ക് കൈമാറിക്കൊണ്ട് മുന്നോട്ടേക്ക് ജീവിക്കാം ഈ പ്രസ്ഥാനത്തിലൂടെ എന്ന് മനസ്സിലാക്കി. അപ്പൊ ആ ഒരു ലക്ഷ്യത്തോടു കൂടി, കാരണം ഇതിന്റെ മേലെ അല്ലെങ്കിൽ മേലെ എത്രയും മേലെ എത്താമോ അത്രയും മേലെ എത്തണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആർസിഎമ്മിനെ ഏറ്റെടുത്ത് വന്നത്. ആ ഒരു ലക്ഷ്യബോധം നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കണം. ലക്ഷ്യബോധം നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ്? ആദ്യം തന്നെ നമ്മളെ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് നല്ലൊരു വീട്, അല്ലെ? സാധാരണക്കാര്, ഞാൻ ഹൈ ലെവലുള്ള ആൾക്കാരിലേക്ക് പോകുന്നില്ല, മിഡിൽ ക്ലാസ് മുതൽ താഴോട്ടുള്ള എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അത് നമ്മുടെ കേരളത്തിലെ ഒരു രീതിയാണ്. നമ്മളിപ്പോ പുറത്തേക്കൊക്കെ നോർത്ത് ഇന്ത്യയിൽ ജീവിച്ച എനിക്കറിയാം, അവിടെയൊന്നും വീടിന് വലിയ പ്രാധാന്യം ആരും കൊടുക്കാറില്ല. അവരെപ്പോഴും സേവിങ്സിനാണ് പ്രാധാന്യം കൊടുക്കുക. പൈസ വീടിന് വേണ്ടിയിട്ട് കളയാത്ത ഒരു നാടാണ് കേരളം. മാത്രമേ ഉള്ളൂ വീടിന് വേണ്ടി ഒരുപാട് പൈസ മുടക്കുന്നുണ്ട്. അപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ വീടുകളൊന്നും അങ്ങനെ എല്ലാവരും ഇല്ല കേട്ടോ, കുറച്ചൊക്കെ കാണും, എന്നാലും കുറെ മിഡിൽ ക്ലാസ് മുതൽ താഴോട്ട് കാണുന്ന അങ്ങനെ വലിയ വീടിന് ആർപ്പാടൊന്നും കൊടുക്കാറില്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹമാണ് നല്ലൊരു വീട് എന്നുള്ളത്. അപ്പൊ അതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇതൊക്കെ നമ്മുടെ ലക്ഷ്യത്തിലുള്ള. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന നല്ലൊരു വാഹനം വേണമെന്ന്. ഇന്നത്തെ കാലത്ത് 4 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് യാത്ര ചെയ്യണമെങ്കിൽ 2 വീലർ പോരാ, എല്ലാവരും ഒരു 4 വീലർ തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്. അതും നല്ലത് തന്നെ ആഗ്രഹിക്കും. പിന്നെ നമ്മൾ ആഗ്രഹിക്കും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഓരോരുത്തരുടെ ലക്ഷ്യമാണ്. ഇത് നമ്മൾ എഴുതി വെച്ച് നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എഴുതി വെച്ച് തന്നെ മുന്നോട്ട് പോകണം. കുട്ടികളെ എത്ര നന്നായിട്ട് പഠിപ്പിക്കാവോ, എത്ര അവരുടെ ആഗ്രഹത്തിന്, അതൊക്കെ നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. പിന്നെ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരുടെ കല്യാണം നടത്തണം, ആൺകുട്ടികളാണെങ്കിൽ അവരുടെയും വിവാഹം നടത്തണം. ഇതെല്ലാം സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നമുക്ക് നടക്കുന്ന കാര്യങ്ങളാണ്. അതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് തീർച്ചയായിട്ടും നമ്മള് ഈ ഒരു ലക്ഷ്യങ്ങള് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അപ്പൊ അങ്ങനെ മനസ്സിൽ നമുക്ക് ഈ ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആർസിഎമ്മിലൂടെയാണ്, അല്ലെങ്കിൽ വിചാരിക്കുക എനിക്ക് കിട്ടുന്നത് മതി. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ഇത്രയൊക്കെ മതി, എന്തിനാ ഒരുപാട് പണവും സ്വത്തുക്കളൊക്കെ, എനിക്കിത് മതി എന്ന് പറയുന്ന ആൾക്കാരെ വരെ ഇന്നത്തെ ലോകത്ത് കണ്ടിട്ടുണ്ട്. കാരണം ഇന്നത്തെ ഒരു ലോകത്ത് പലരും ചോദിക്കും പണമാണോ എല്ലാത്തിനും വലുത്. പക്ഷെ ഈ ഒരു സാധനം ഇല്ലാതെ ഇന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കില്ല. അതിന് അത്രയ്ക്ക് മൂല്യമുണ്ട്. അപ്പൊ അത് ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ നമ്മൾ അത്യാഗ്രഹം എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല, നമ്മുടെ ആഗ്രഹങ്ങളാണ്. അപ്പൊ അതിനൊക്കെ മേലെ ഈ ഒരു ലക്ഷ്യം നമ്മളിൽ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആർസിഎമ്മിൽ നമ്മൾ എപ്പോഴും വിജയിച്ച ആൾക്കാരുമായിട്ടായിരിക്കും. നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ എപ്പോഴും പരാജയപ്പെട്ട ആൾക്കാർ അടുത്ത് പോയിട്ടായിരിക്കും ആർസിഎമ്മിനെ കുറിച്ച് ചോദിക്കുന്നതും മനസ്സിലാക്കുന്നതും എല്ലാം അവരോടായിരിക്കും. പക്ഷെ അതുകൊണ്ട് എന്താ കുഴപ്പം? അവർ നമുക്ക് നല്ലതൊന്നും പറഞ്ഞു തരത്തില്ല. അവരുടെ അനുഭവം എന്താണ്? അവര് പരാജയപ്പെട്ടവരാണ്. അപ്പൊ അതാണ് എപ്പോഴും നമുക്ക് പറഞ്ഞു തരാം. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നീട് നമ്മള് ആർസിഎമ്മിലേക്ക് ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു ജോയിനിങ് എടുത്തു, നമ്മൾ കടന്നു വന്നു. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വർക്കിലേക്ക്, അതായത് നമ്മൾ പെട്ടെന്ന് തന്നെ ആർസിഎം വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവണം. അതിന് നമുക്കറിയാം, ഇപ്പൊ നമുക്ക് 100% പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, 4000-ൽ മേലെ പ്രോഡക്റ്റുകൾ വന്നിരിക്കുന്നതിനകത്ത് നിന്ന് നമുക്ക് ഉപയോഗിക്കേണ്ടാത്ത ഏത് പ്രോഡക്റ്റ് അതിലുള്ളത്? ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അതിലായി കാണും. അതിലിപ്പം നമ്മളിപ്പം മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചാലും ഇത് തന്നെ കിട്ടും, ഇല്ലേ? ഇതേപോലത്തെ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അതിൽ വില വ്യത്യാസം ഉണ്ടാവാം, ക്വാളിറ്റിയുടെ വ്യത്യാസം ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ ആർസിഎമ്മിൽ നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ നമുക്ക് ഇവിടെ ബിസിനസ് വോളിയം കിട്ടുന്നു. ആ ഒരു പുറത്തു പോയി നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിയാൽ ഒരിക്കലും നമുക്കത് കിട്ടത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും 100% പ്രോഡക്റ്റുകൾ നമ്മളും യൂസ് ചെയ്യുക, നമ്മൾ ആർസിഎമ്മിൽ കൊണ്ടുവരുന്ന ആൾക്കാരെ കൊണ്ട് അത് പഠിപ്പിച്ചു കൊടുക്കുക.
പെട്ടെന്ന് നമ്മളൊരു പുതിയ രുചിയിലേക്ക്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ അച്ചാറുകൾ എടുത്താൽ എന്താണ് പ്രത്യേകത? നോർത്ത് ഇന്ത്യൻ അച്ചാറിന്റെ രുചിയാണ്. എല്ലാ മലയാളികൾക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. നോർത്ത് ഇന്ത്യയിൽ പോയി ജീവിച്ചിട്ടുള്ളവർക്കോ അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആൾക്കാർ RCMൽ വരുന്നതിന് മുമ്പ്, അല്ലെ ഞങ്ങളൊക്കെ RCMൽ വരുന്നതിന് മുമ്പ് നോർത്ത് ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ഇവിടെ ഏത് ഐറ്റംസ് ആണെങ്കിലും, മിക്സർ ഐറ്റംസ് ആയാലും അച്ചാറുകളായാലും ആട്ടയാണേലും ഒക്കെ ഇവിടെ ഞാനും പിള്ളേരെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് കിട്ടാനില്ല, അന്ന് കിട്ടാനില്ല. ഇന്ന് നമുക്ക് RCM വന്നുകൊണ്ട് അതെല്ലാം കിട്ടുന്നു. അച്ചാറിനൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വീട്ടിൽ കുട്ടികളാണേലും. എന്റെ മക്കളെ സംബന്ധിച്ച് നാട്ടിലെ കടുകുമാങ്ങായോ അങ്ങനെയുള്ള അച്ചാറുകൾ ഒന്നും കഴിക്കത്തില്ല. RCMന്റെ അച്ചാറുകൾ മാത്രമേ കഴിക്കുള്ളൂ. കാരണം അവർ പുറത്ത് ജീവിച്ചതുകൊണ്ട്. അപ്പൊ അങ്ങനെ ടേസ്റ്റ് കുറച്ചൊരു വ്യത്യാസം കാണും. പക്ഷെ നമ്മൾ ഏത് കാര്യം ശീലിച്ചു കഴിഞ്ഞാൽ എന്താവും? നമ്മുടെ ഇഷ്ടത്തിന്റെ പട്ടികയിൽ അതും വരും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി, ഇതിന്റെ നമ്മുടെ മായമില്ലാത്ത പ്രോഡക്റ്റുകളാണ്, അപ്പൊ 100% ഇത് ഉപയോഗിച്ച് RCMലേക്ക് കടന്നു വരാൻ നമ്മുടെ കൂടെ വരുന്നവരെയും നമ്മളും ശ്രമിക്കുക. ചിലപ്പം നമ്മൾ പറയും RCM നമ്മുടെ അച്ചാറിൽ ഉപ്പ് കൂടുതലാന്ന് പറയും. പ്രിസർവേറ്റീവ്സ് ആയിട്ട് ചേർത്തിരിക്കുന്നതാണ്. നമ്മൾ ഏത് സാധനവും അമിതമായിട്ടല്ല ഉപയോഗിക്കും. അച്ചാറൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് തൊട്ട്, അല്ലെ, ചോറിന്റെ സൈഡിൽ വെച്ചിട്ട് തൊട്ട് കൂട്ടുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും 100% പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കുക, നമ്മളെ പഠിപ്പിക്കുക. എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും RCMല് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാർ RCMന്റെ പ്രോഡക്റ്റുകൾ 100% എന്റെ ടീമിൽ പോലും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു അറിവ്. കാരണം പലരുടെ അടുത്ത് നിന്ന് കേട്ടിട്ടുമുണ്ട്, അറിഞ്ഞിട്ടുമുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 100% പ്രോഡക്റ്റ് ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ ആദ്യത്തെ പോയിന്റ് വരുന്ന കാര്യമാണ്. നമ്മളെ തുടക്കകാലം വരെ നമ്മുടെ ലീഡേഴ്സ് പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ 100% പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. പിന്നെ സെയിലിന് പ്രാധാന്യമുണ്ട്, അല്ലെ? നമ്മൾ മറ്റുള്ളവരിലേക്ക് പ്രോഡക്റ്റുകൾ എത്തിക്കണം എന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ സെയിൽ ചെയ്യാതെ RCMലേക്ക് വന്ന ആൾക്കാരുണ്ട്, RCMൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ചിലർക്ക് സെയിലിന് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, സാധനങ്ങൾ എടുത്തിട്ട് പോകാനുള്ള ബുദ്ധിമുട്ട്, ചിലത് വണ്ടി ഓടിക്കുന്നവരായിരിക്കത്തില്ല. പക്ഷെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ അത് സെയിൽ ചെയ്തേ മതിയാവുള്ളൂ. കാരണം സെയിൽ ചെയ്യാന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിൽ നിന്ന് വരുമാനം നേടാൻ ആഗ്രഹമുള്ളവർ സെയിൽ ചെയ്ത് വരുമാനം നേടുന്നവരുണ്ട്, അല്ലാതെ തന്നെ ആൾക്കാരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്തായാലും സെയിൽ നമുക്ക് RCMൽ മസ്റ്റ് ആണ്. അപ്പൊ സെയിൽ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഡിസ്പ്ലേ വാൾ. ഡിസ്പ്ലേ വാൾ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, TCGയുടെ വലിയൊരു സ്വപ്നമായിരുന്നു ഡിസ്പ്ലേ വാള് എല്ലാ വീടുകളിലും തുടങ്ങുക എന്നുള്ളത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഒരുപാട് ആൾക്കാർ ഡിസ്പ്ലേ വാളുകൾ തുടങ്ങിയിട്ട് അത് വെറുതെ ഇട്ട് തല്ലി, അല്ലെങ്കിൽ ബില്ലടിക്കാതെ കൂട്ടിവെച്ച്, എന്തിനാണെന്ന് അറിയില്ല. നമ്മൾ നല്ലൊരു കാര്യം നമുക്ക് പറഞ്ഞു തന്നു, അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗുണം നമുക്ക് തന്നെയാണ് കിട്ടുന്നത്. ഡിസ്പ്ലേ വാൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക്, നമുക്ക് ഇപ്പം സെയിലിന് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ വീട്ടിൽ ഡിസ്പ്ലേ വാളാണെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. കാരണം അവർ ഇങ്ങോട്ടേക്ക് വന്ന് വാങ്ങിച്ചോളാം, നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണ്ട, അല്ലെ? അല്ലാതെ തന്നെ നമ്മളപ്പോ ഡിസ്പ്ലേ വാൾ ഓപ്പൺ ചെയ്യുന്ന ചില രീതികളുണ്ട്. അത് നമ്മൾ ലീഡേഴ്സിനെ വിളിച്ച് ഇനാഗുറേഷൻ നടത്തി, ചെറിയൊരു ക്ലാസ് നടത്തി, ചുറ്റുവട്ടത്തുള്ളവരെ വിളിച്ച്, കാരണം ഇവിടെ ഈ സംഭവം ഉണ്ടെന്ന് അവർ അറിയണമല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് ചെറിയ 1-2 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ വാൾ നമ്മൾ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും അറിയുകയും ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ഡിസ്പ്ലേ വാൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെതായ രീതിയിൽ ചെയ്യാം. നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ലീഡേഴ്സ് പറഞ്ഞു തരുന്നതല്ല, അവർക്ക് അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായി തോന്നുന്ന രീതിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡിസ്പ്ലേ വാൾ ഓപ്പൺ ചെയ്ത് നമ്മുടെ വീട്ടിൽ ഒരിക്കലും പ്രോഡക്റ്റിന് ഷോർട്ടേജും ഉണ്ടാവില്ല. ഇവിടെയൊക്കെയുള്ള ഡിസ്പ്ലേ എത്ര രൂപയുടെ സാധനമാണ് നമുക്ക് വീട്ടിൽ ഇരിക്കുകയെന്ന് അറിയില്ല. ഞാൻ ഓർക്കാറുണ്ട്, ഡിസ്പ്ലേ വാൾ വീട്ടിലുള്ളത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഒരു പ്രോഡക്റ്റിനും ഇല്ല. ഏതെങ്കിലും പ്രോഡക്റ്റ് നമ്മൾ എടുത്തു വെക്കാൻ മറന്നു പോയെങ്കിൽ, അല്ലെങ്കിൽ തീർന്നത് അറിയാതെ പോയെങ്കിൽ മാത്രമേ ഉള്ളൂ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ, ഞാൻ ഒരു ദിവസം ഒരു പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ വാളിൽ നിന്ന് എടുക്കാത്തതില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റുകൾ എടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വീട്ടില് എന്താ പറയാ, സാധനങ്ങൾക്ക് പഞ്ഞമില്ല എന്ന് പറയാം. എപ്പോഴും RCMന് പ്രോഡക്റ്റുകൾ വീട്ടിലുണ്ടാവും. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മൾ ഡിസ്പ്ലേ വാളിന്റെ കാര്യത്തിൽ ശ്രദ്ധ വെക്കുക. ഒന്നാമത് 100% പ്രോഡക്റ്റിനെ യൂസ് ചെയ്യുക. രണ്ടാമത് സെയിൽ ചെയ്യുക. സെയിൽ ചെയ്യാൻ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡിസ്പ്ലേ വാൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വീടുകളിലും നമ്മുടെ തൊട്ടടുത്ത ബന്ധുവീടുകളിലൊക്കെ നമ്മുടെ പ്രോഡക്റ്റുകൾ നമുക്ക് ഡിസ്പ്ലേ വാളിലൂടെ സെയിൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് ചെയ്യുക. 100% പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന കാര്യം വീണ്ടും വീണ്ടും പറയുകയാണ്. ഒരിക്കലും നമ്മൾ അതിനെ ഒരു കുറവായിട്ട് കാണരുത്. കാരണം നമ്മുടെ മുർസാർ മുമ്പ് പറയും, നമ്മുടെ പ്രോഡക്റ്റിനൊക്കെ നമ്മൾ കംപ്ലൈന്റ് പറയുമ്പോൾ മുർസാർ എനിക്ക് ചോദിച്ച ചോദ്യം ഞാൻ എപ്പോഴും ഞാൻ ഓർക്കും. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് അയൽപക്കത്തുള്ള നല്ല ഗുണ്ടുമണിയായിട്ടുള്ള കുഞ്ഞിനെ പോയി കളിപ്പിക്കോ, അത് കൂടുതൽ നമ്മുടെ കുഞ്ഞിനെ കളിപ്പിക്കോ, അല്ലെങ്കിൽ കെയർ കൂടുതൽ കൊടുക്കുന്ന ആർക്കായിരിക്കും? നമ്മുടെ വീട്ടിലുള്ള കുറവുള്ള കുഞ്ഞിനായിരിക്കും നമ്മൾ കൊടുക്കുക, അല്ലെ? അപ്പൊ അങ്ങനെ കരുതിയാൽ മതി. നമ്മുടെ സ്വന്തം RCM ആരുടെയാണ്? നമ്മളാണ്. നമ്മൾ ഓരോരുത്തരും മാലിക്കാണ്.
പ്രോഡക്റ്റ് ആരെയാണ്? എന്റെ പ്രോഡക്റ്റ് ആണ്. കമ്പനി ആരെയാണ്? എന്റെയാണ്. ഇതെല്ലാം എന്റേതാണ്. എന്റെ സാധനത്തിന് ഞാൻ എങ്ങനെയാണ് ഈ കുറവ് പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ നമ്മുടെ സ്വന്തം സാധനങ്ങൾ അല്ലെങ്കിൽ സ്വന്തം കമ്പനിയായിട്ട് നമ്മൾ കാണുമ്പോൾ അതിനൊരിക്കലും നമുക്ക് കുറവ് പറയാൻ പറ്റത്തില്ല. ആ കുറവുകളൊക്കെ നമ്മൾ പക്ഷെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ടേക്ക് കിട്ടും. ഓരോ പ്രോഡക്റ്റ് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കുറവ് ഒരു പ്രോഡക്റ്റിൽ തോന്നിയാൽ അടുത്ത തവണ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഒരു കുറവ് പരിഹരിച്ച് കിട്ടുന്നതായിട്ടാണ് എന്റെ അനുഭവം. പലപ്പോഴും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ അതിൻ്റെതായ രീതി, ഇപ്പൊ നമ്മുടെ ഏതൊരു പ്രോഡക്റ്റ് എടുത്താലും നമ്മൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആർക്കും നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു ഷോപ്പിന് ഇനാഗുറേഷന് പോയപ്പോൾ അവിടെ മന്ത്രി ചിഞ്ചു റാണിയായിരുന്നു ഇനാഗുറേഷന് വന്നിരുന്നത്. മൂർത്തി സാർ ആയിരുന്നു ഇനാഗുറേഷൻ. ആ മേഡം അവിടെ പറഞ്ഞ, മന്ത്രി അവിടെ പറഞ്ഞൊരു കാര്യം, അവർ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കിട്ടിയ ഒരു റിസൾട്ടാണ് അവിടെ പ്രസംഗിച്ചത്. പറഞ്ഞ ഒരു കാര്യമാണ്, നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും ഈ പ്രോഡക്റ്റ് കൊടുക്കാന്നാണ് ആള് പറഞ്ഞത്. ആള് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതാണ്, വാങ്ങിച്ച് വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. ന്യൂട്രിചാർജ് വുമണും ഓയിലും എല്ലാം അവിടെ ഒരുവിധപ്പെട്ട പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. അപ്പം ഉപയോഗിച്ച ഒരാള് മന്ത്രി എന്നുള്ള സ്ഥാനം നിന്നുകൊണ്ട് ആൾ അവിടെ അത് പറയുമ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നി. കാരണം നമ്മുടെ വിചാരം ഇവരൊക്കെ എല്ലാരും അല്ല കേട്ടോ, ചിലരെങ്കിലും പ്രോഡക്റ്റുകൾ പോയി 2-3 ഷോപ്പുകളെ കുറിച്ച് ആള് ഇരിക്കുന്ന അതിന്റെ ആ ലൊക്കേഷൻ ഒക്കെ ഇങ്ങനെ ചോദിച്ചു മനസ്സിലായി. കാരണം ആള് കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്, പോയി അവിടെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ല നമ്മൾ പറഞ്ഞത് കേട്ടിട്ട് ആളവിടെ പറഞ്ഞതല്ല. അപ്പൊ ഉപയോഗിച്ച ആൾക്കാർ പറയുന്നത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഗ്രൂപ്പുകളിലൊക്കെ ആ ഒരു വോയിസ് ചെറിയൊരു സ്പീച്ചായിട്ട് കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ നമ്മൾ കേട്ട് മനസ്സിലാക്കണം. അപ്പൊ ഉപയോഗിക്കുന്നവർ പോലും ഒരിക്കലും മറുത്ത് പറയില്ല, അല്ലെ? പ്രോഡക്റ്റ് നല്ലതാണെന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഇതൊന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മളുണ്ടാകണം. നമ്മുടെ പ്രോഡക്റ്റിന് എന്താണ് എന്ത് കുറവാണ്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇത് എത്തിക്കാൻ പറ്റാത്തതിന്റെ കാര്യം? ശുദ്ധമായ പ്രോഡക്റ്റ് അല്ലേ നമുക്ക് കിട്ടുന്നത്, അല്ലെ? നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്താ? ഏറ്റവും ശുദ്ധമായ പ്രോഡക്റ്റ് ആണ് നമുക്ക് BCG തരുന്നത്. ഇത് മറ്റുള്ളവരിലേക്ക് ഒന്ന് നമ്മൾ ഉപയോഗിക്കുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക. പിന്നെ ഹെൽത്തി പ്രൊഡക്ഷൻ ആണ്. നമ്മളൊക്കെ കമ്പനികളിൽ പോയിട്ട്, അല്ലെ, നമ്മുടെ അവിടെ ബിൽവാരെ പോയിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അധികം ആൾക്കാരും അവിടെ പോവുകയും പ്രൊഡക്ഷൻ ആട്ടയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അവിടെ പ്രൊഡക്ഷൻ നടത്തുന്നത്. നമ്മുടെ ആട്ടയൊക്കെ എത്ര തവണ കഴുകി എത്ര ശുദ്ധമായിട്ടാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു ആട്ട എങ്ങനെ തരാൻ പറ്റും? ആർക്ക് തരാൻ പറ്റും? അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടു ബോധ്യപ്പെട്ടവരാണ്. മറ്റുള്ള കമ്പനികളുടെ പ്രോഡക്റ്റുകളൊന്നും നമ്മൾക്ക് പോയി കാണാനൊന്നും പറ്റത്തില്ല. പ്രൊഡക്ഷൻ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇതോ നമുക്ക് എപ്പോ ചെന്നാലും അവിടെ കയറി കണ്ട് നമ്മളൊക്കെ സന്തോഷത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ബില്ലിങ്, അല്ലെ, പെർഫെക്റ്റ് ബില്ലിംഗ് ആണ് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. അതായത് നമ്മൾ 1 രൂപയുടെ ഒരു ഷാമ്പു വാങ്ങിച്ചാൽ പോലും അത് ബില്ലടിച്ച് നമുക്ക് കിട്ടും, അല്ലെ? നമുക്ക് കമ്പനിയുടെ സിസ്റ്റം അനുസരിച്ച് ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് പിന്നെ പാലിക്കണമെന്ന് മാത്രം, നമ്മൾ ഓരോരുത്തരും അത് പാലിക്കണമെന്ന് മാത്രം. പെർഫെക്റ്റ് ബില്ലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ MRP, അല്ലെ? നമുക്കറിയാം നമ്മുടെ എല്ലാ പാക്കറ്റിലും, അല്ലെ, നമ്മൾ പുറത്തുനിന്ന് ഒരു സാധനം വാങ്ങിച്ചാൽ അതിൽ MRP ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് 10% മുതൽ 20% വരെ MRP-യെക്കാളും നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ആൾക്കാരിലേക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താൽ എന്താണ് ഒരു കുഴപ്പം? നമ്മൾ RCM വന്നിട്ട് കുറെ നാളായി, അല്ലെങ്കിൽ 24 hours RCM ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും പലപ്പോഴും നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, ഞാൻ എന്ത് ചെയ്തു, എന്ത് ചെയ്യുന്നു? 24 മണിക്കൂറും ചെയ്യുന്നു പറയുന്ന ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അന്നത്തെ ദിവസം വൈകിട്ട് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഒരു ബുക്കും പേനായി, ഒരു പേപ്പറും പേനായി എടുത്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കണം. ഇന്ന് ഞാൻ RCM വേണ്ടി എന്ത് ചെയ്തു? അല്ല, ഞാൻ എന്തൊക്കെ എന്റെ ടീമിന് വേണ്ടി ചെയ്തു? അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ RCM എന്ത് ചെയ്തു? നിങ്ങൾ എഴുതി നോക്കിയാൽ പലർക്കും ഒന്നും കാണൂല. 24 hours ചെയ്യുന്നു എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഇത്രയും ശുദ്ധമായ പ്രോഡക്റ്റുകള് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ അവിടെ നടത്തുന്നു, പെർഫെക്റ്റ് ആയിട്ടുള്ള ബില്ലിംഗ് നമുക്ക് ചെയ്തു തരുന്നു, 10% മുതൽ 20% വരെ MRP-യെക്കാളും നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ വരുമാനമാണ്, അതിന്റെ കമ്മീഷനാണ് നമുക്ക് RCM-ലൂടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്, അല്ലെ? അതുപോലെ 30 ഡേയ്സിലെ മണി ബാക്ക് ഗ്യാരണ്ടി നമുക്കുണ്ട്. ഇതും എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. അതും നമ്മുടെ കമ്പനിയുടെ പ്രത്യേകതയാണ്. പിന്നത്തെ അഫോർഡബിൾ പ്രൈസ് ആണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഈ ഓർഗാനിക് സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞ നെറ്റിലൊക്കെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലുള്ള സൈറ്റിലൊക്കെ കയറി നോക്കിയിട്ടുണ്ട്. അതിലൊക്കെ എന്ന് പറഞ്ഞാല് നമുക്ക് കിട്ടും, പ്രോഡക്റ്റുകൾ കിട്ടും. ഇതുപോലെ ഓർഗാനിക് ആയിട്ടുള്ള മായമില്ലാത്ത പ്രോഡക്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്നതിനൊക്കെ എത്രയോ മേലെയാണ്. നമുക്കറിയാം, ഒരു മിഡിൽ ക്ലാസ് മുതൽ താഴെയുള്ള ഒരാൾക്കാര് ഏത് സാധനങ്ങൾ വാങ്ങുമ്പോഴും ആദ്യം നോക്കുന്ന വിലയായിരിക്കും. അത് കാരണം നമ്മുടെ പോക്കറ്റിന് ഇണങ്ങിയതേ നമ്മൾ വാങ്ങുള്ളൂ എപ്പോഴും.
അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ അവിടെ മറ്റുള്ള മാർക്കറ്റുകളിൽ കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ അതേപോലെ ഏറ്റവും നല്ല പ്രോഡക്റ്റ്, മായമില്ലാത്ത പ്രോഡക്റ്റുകൾ നമ്മൾക്ക് തരുന്നത് അഫോർഡബിൾ പ്രൈസിലാണ്. MRP-യെക്കാളും കുറച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. MRP പോലും മറ്റുള്ള കമ്പനികളുടെ പ്രോഡക്റ്റിനെ വെച്ച് കുറവായിരിക്കും. കുറവായത് കൊണ്ട് പ്രോഡക്റ്റിന് ക്വാളിറ്റി ഇല്ലെന്നല്ല, നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് അത് വാങ്ങാൻ പറ്റുന്ന പാകത്തിൽ കമ്പനി നമുക്ക് തരുന്നതാണ്. ആ ഒരു MRP ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അഫോർഡബിൾ പ്രൈസ് ആണ്. പിന്നെ 6 മാസം ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, 6 മാസം പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? ഫ്രീ പ്രോഡക്റ്റുകൾ കിട്ടുന്നല്ലേ. എത്ര പേർക്ക് എത്ര പ്രോഡക്റ്റ് ആണ് ഇവിടെ. എനിക്കും അവസാനം കിട്ടിയ ഫ്രീ പ്രോഡക്റ്റ് ഞങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു. അത്രയും പ്രോഡക്റ്റുകളാണ് നമുക്ക് ഫ്രീ ആയിട്ട്. ഇതൊക്കെ ആരാണ് തരുന്നത്? ഈ ഫ്രീ പ്രോഡക്റ്റ് ഒക്കെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയ ആൾക്കാരിലേക്ക്, അല്ലെ പുറത്തേക്ക് ഇറങ്ങി മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളിനി പറയുന്നത് ശരിയാവാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ? ആ രീതിയിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ലീഡേഴ്സിനെ കൂട്ടിക്കൊണ്ട് പോയി നമുക്ക് സംസാരിക്കാം. നമ്മൾ തന്നെ സംസാരിക്കണമെന്നില്ല. പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ സംസാരിക്കാൻ അല്ലെങ്കിൽ ഇത് പറഞ്ഞ് അവരെ ഫലിപ്പിക്കാൻ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് കാണും. അപ്പൊ നമ്മുടെ ലീഡേഴ്സുമായിട്ട് പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആരാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങാത്തത്? ഈ ഫ്രീ പ്രോഡക്റ്റ് കിട്ടുക എന്ന കാര്യങ്ങളൊക്കെ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അതുപോലെ നമുക്ക് പർച്ചേസ് ഇൻസെന്റീവ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കമ്പനിയുടെ പ്രത്യേകതയാണ്. നമ്മൾ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിയാൽ, നമ്മുടെ വീടിന്റെ അടുത്തുള്ള കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി, ഇതൊന്നും നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെ അല്ല. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നോ ബോസ് ആണ്, അല്ലെ. അത് നമ്മുടെ കമ്പനിയുടെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസിന്റെ പ്രത്യേകതയാണ് നോ ബോസ്. അത് ചിലപ്പോൾ ചില സമയങ്ങളിൽ അത് ഒരു കുറവായിട്ടും ഫീൽ ചെയ്യാറുണ്ട്. കാരണം നമ്മളെ ഒന്നും കൺട്രോൾ ചെയ്യാൻ ആരെങ്കിലും ഉള്ളൂ നല്ലത് തന്നെയാണ്. അതെല്ലാ കാര്യങ്ങളും എവിടെയാണെങ്കിലും ഒരു ചെറിയൊരു കൺട്രോള്. പക്ഷെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് നിയമവും ഇല്ല. പക്ഷെ നിങ്ങൾ ലീഡേഴ്സ് പറയുന്നത് കേട്ട് കുറച്ച് നല്ല രീതിയിൽ അവര് നല്ല, അതായത് എഫക്റ്റീവ് ആൻഡ് ഗ്രോയിങ് ആൻഡ് എഫക്റ്റീവ് ലീഡേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ സീനിയർ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ കേട്ട് അതുപോലെ ചെയ്ത് പാലിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ഉയരങ്ങളിൽ എത്താനും സാധിക്കും. പിന്നെ നമുക്കിവിടെ ഒരു പ്രത്യേകത നോ ലോസ് ആണ്, അല്ലെ. നമ്മളിവിടെ ഞാൻ ആദ്യം പറഞ്ഞ ട്രഡീഷണൽ ബിസിനസ് ഞങ്ങൾ തുടങ്ങിയ സമയത്തെ കാര്യങ്ങൾ പറഞ്ഞു. എത്ര ലക്ഷങ്ങൾ മുടക്കിയാലാണ് ഒരു ബിസിനസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് എന്താ പറയാ, പ്രൊഡക്റ്റ് നമുക്ക് കമ്പനി തന്നെ പ്രൊഡക്ഷൻ ചെയ്ത് നമ്മുടെ കയ്യിൽ തരുന്നുണ്ട്. ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ലക്ഷങ്ങളൊന്നും മുടക്കി ഒരു ബിസിനസ് ചെയ്യേണ്ട ഒരു കാര്യമേ ഇല്ല. ആദ്യം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഡിസ്പ്ലേ വാളിന്റെ കാര്യം പറഞ്ഞു. അത് തന്നെ ഒരു 10,000 രൂപ മിനിമം പ്രോഡക്റ്റുകൾ നമ്മൾ എടുത്താൽ മതി. അവർക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം. പക്ഷെ മിനിമം ഒരു 10,000 രൂപ. ഒരു 10,000 രൂപയുടെ പ്രോഡക്റ്റ് എടുത്ത് ആർക്കാണ് ഒരു ഡിസ്പ്ലേ വാൾ ഓപ്പൺ ചെയ്യാൻ സാധിക്കാത്തത്? അപ്പം നമ്മൾ ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി ഒരു ബിസിനസ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല, അല്ലെ. പിന്നെ നമുക്ക് ഷോപ്പ് വേണ്ട, സ്റ്റാഫ് വേണ്ട. ഇതൊക്കെ ഇപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ ഡിസ്പ്ലേ വാൾ തുടങ്ങുകയാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു ഷോപ്പായിട്ട് വാടക, കറണ്ട് ചാർജ്, മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട. പോരാ, നമുക്കൊരു സ്റ്റാഫിനെ നിർത്തണ്ട. നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എടുത്ത് മറ്റുള്ളവർക്ക് സെയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. RCMൽ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഞാൻ മാറിയത് RCMൽ വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ എന്റെ ജീവിത ശൈലി മാറിയത്, എന്റെ സ്വഭാവം മാറിയത്. അങ്ങനെ മാറിയവരുണ്ട്, മാറാത്തവരുണ്ട്. രണ്ട് രീതിയിലുള്ള ആൾക്കാർ. ചിലര് എന്താ പറയാ, ബലം പിടിച്ച് അങ്ങനെ നിൽക്കും. എന്താ പറയാ, ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് മൂന്നെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ അങ്ങനെ നിൽക്കും. പക്ഷെ അങ്ങനെയല്ല, RCMൽ വന്നതിന് ശേഷം ഒരു മാറ്റം അത്യാവശ്യമാണ്. അപ്പം ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇവിടെ കിട്ടുന്നു. നമുക്കറിയാം നമ്മുടെ കമ്പനി ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ എതിരാണ്. അപ്പൊ ഇതൊക്കെ വേറെ എവിടെ ആരാണ് പറയണത് നിങ്ങൾ ലഹരി ഉപയോഗിക്കരുതെന്ന്? അത് നമ്മുടെ ശരീരത്തിന് ദോഷമാണെന്ന് നമുക്കറിയാം. പക്ഷെ ആരും അത് പറയുന്നില്ല. നിങ്ങൾ ഉപയോഗിക്കരുതെന്ന് ആരും പറയുന്നില്ല. പക്ഷെ നമ്മുടെ കമ്പനി അത് വേണ്ടാന്ന് തന്നെ പറയുന്നു. എന്തുകൊണ്ടാണ്? അതൊരു നല്ല കാര്യം നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്ന കമ്പനികളോ പ്രസ്ഥാനങ്ങളോ ഒന്നും നമുക്ക് വേറെയില്ല. പിന്നെ നമുക്ക് ഇവിടെ ഫ്രീഡം ഉണ്ട്, അല്ലെ. നമുക്ക് നമ്മളൊരു ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു ഗവൺമെന്റ് ജോലിക്ക് പോകുന്ന പോലെ, ഒരു പ്രൈവറ്റ് ജോലിക്ക് പോകുന്ന പോലെയല്ല. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ, സ്ത്രീകൾക്കാണെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഒതുക്കി പറിച്ച് നമ്മുടെ ഒരു ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫീൽഡിൽ പോകണം, സെയിലിന് പോകണം, ആരെങ്കിലും കാണാൻ പോകണം, അതൊക്കെ നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് പോകാൻ പറ്റും. അതൊരു പ്രത്യേകതയാണ്. അപ്പൊ ആ ഒരു ഫ്രീഡം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നീട് ഭാവിയിലേക്ക് നമുക്കൊരു ടൈം ഫ്രീഡം കിട്ടും. നമുക്ക് നല്ലൊരു വരുമാനത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈം ഫ്രീഡം ഒരുപാട് കിട്ടും. നമ്മൾ വെറുതെ വീട്ടിലിരുന്നാലും നമ്മുടെ അക്കൗണ്ടിലേക്ക്, ഇപ്പം ബാബു സാറിനെ ഒക്കെ സംബന്ധിച്ച് വെറുതെ ഇരുന്നാലും
സാറമ്രാന്റെ വരുമാനം RCMലേക്ക് അക്കൗണ്ടിലേക്ക് വരും അല്ലെ. പക്ഷെ വെറുതെ ഇരിക്കുന്നില്ല ഇവര്. നമ്മുടെ ലീഡേഴ്സിനൊക്കെ നമുക്കറിയാം, ഇതിനെ ഇഷ്ടപ്പെട്ട് ഏറ്റെടുത്ത് വന്ന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഒരിക്കലും ഇവരൊന്നും വീട്ടിലിരിക്കുന്ന ആൾക്കാരല്ല. പക്ഷെ ഇനി അങ്ങനെ ഇരിക്കണം എന്നുള്ളവർക്ക്, ഒരുപാട് ഓടി നടന്ന് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു ഏജ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ വീട്ടിലിരിക്കണം, അങ്ങനെ ഇരുന്നുകൊണ്ട് വരുമാനം നേടണം എന്നുള്ള ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും RCM ഏറ്റെടുക്കാൻ പറ്റും. കാരണം ഇവിടെ നമുക്ക് ആ ഒരു ടൈം ഫ്രീഡം കിട്ടും. പിന്നെ നമുക്ക് എന്താ പറയാ, ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ വരുന്നുണ്ട് അല്ലേ. നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ. നമുക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ട്രാവൽ ചെയ്യാം. അതുപോലെ നല്ല ബന്ധങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് RCMലൂടെ ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാല്, ഇത്രയും കാര്യങ്ങള് ഞാൻ പറഞ്ഞത് നിസ്സാരമായ കാര്യങ്ങളാണ്. ഇതിന്റെ വലിയ വലിയ കാര്യങ്ങൾ വേറെ കിടക്കുന്നു. ഞാൻ പറഞ്ഞത് നിസ്സാരമായ കാര്യങ്ങൾ. ഇതൊന്ന് പാലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും RCMലൂടെ നമുക്ക് വിജയിക്കാൻ സാധിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള കുഴപ്പമെന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ട് അതനുസരിച്ച് അതുപോലെ മുന്നോട്ടേക്ക് പോയാൽ വിജയിക്കാൻ സാധിക്കുന്നു. പക്ഷെ ഒരു കുഴപ്പം വെച്ചാൽ പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ഗിരീഷ് സാറിന്റെ ഒരു ചെറിയൊരു സ്പീച്ച്, ലീഡേഴ്സ് എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് നമ്മൾ കരുതേണ്ടതെന്നുള്ളത്, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് ചേർത്ത് നിർത്തേണ്ടതെന്നുള്ള ഒരു ചെറിയൊരു സ്പീച്ച്. ലീഡേഴ്സിനെയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അംഗീകരിക്കാൻ എല്ലാവരെയും ബുദ്ധിമുട്ടാണ്. അതില് സാറ് പറയുന്നുണ്ട്, സൗന്ദര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടാവില്ല, ചിലപ്പോൾ പ്രായക്കൂടുതലായിരിക്കാം, ചിലപ്പം കറുപ്പും വെളുപ്പും ഉണ്ടാവും. ഇങ്ങനെ പല കാര്യങ്ങൾ അതിൽ സാറ് പറയുന്നുണ്ട്. ലീഡേഴ്സ് എന്ന് പറഞ്ഞാല് അവര് ശരിക്കും അവര് മനുഷ്യരാണ്, അവർക്ക് ഒരുപാട് കുറവുകളുണ്ട്. അത് ഞാൻ ബൈബിളിൽ ഒരു വാക്യം, ഇപ്പം യേശുക്രിസ്തുവിന്റെ അടുത്ത് ഒരു പരാതി, ജനങ്ങൾ ഒരു പരാതി പറഞ്ഞു. യഹൂദന്മാർ, അതായത് പുരോഹിതന്മാരുടെ ഗണത്തെ കുറിച്ച് ഒരു പരാതി പറഞ്ഞു. പുരോഹിതന്മാരുടെ സ്വഭാവം ശരിയല്ല, അവർ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്ന് പരാതി പറഞ്ഞപ്പോൾ യേശുക്രിസ്തു അവരോട് പറഞ്ഞ ഒരു കാര്യം, നിങ്ങള് പുരോഹിതന്മാരുടെ സ്വഭാവം നോക്കണ്ട, നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് അവരെന്തെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ, അത് ശരിയാണോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അത് കേൾക്കുക, അത് പാലിക്കുക, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് നോക്കാൻ വേറെ ആളുണ്ട് അല്ലെ, അത് നോക്കാൻ യേശുക്രിസ്തു നോക്കിക്കോളും. അപ്പൊ ഇതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമുക്ക് RCMന്റെ വളർച്ചയ്ക്ക് അവരെന്തൊക്കെ പറഞ്ഞു തരുന്നുണ്ടോ അത് കേൾക്കുക. ഇപ്പം ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരേ ഒരു മാതാപിതാക്കളുടെ മക്കളല്ല. RCM വന്നിരിക്കുന്ന എല്ലാവരും പല മാതാപിതാക്കളുടെ മക്കളാണ്, പല സ്വഭാവം ഉള്ളവരാണ്. അപ്പൊ ലീഡേഴ്സിനെ നിങ്ങൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്റെ ലീഡർ അങ്ങനെയാണ്, ഇപ്പൊ നമ്മൾ അതിലേക്ക് ഒന്നും കടക്കേണ്ട കാര്യമില്ല. RCM ബിസിനസ്സിൽ എനിക്ക് വളരാന്, RCM ബിസിനസ്സിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ എന്റെ ലീഡർ പറഞ്ഞു തരുന്നു, അതെന്തൊക്കെ കേൾക്കുക. പലർക്കും ലീഡേഴ്സിനെ ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടാണ്. ചിലർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഞങ്ങളെ പോലെ ഹൈറ്റും വെയിറ്റും കാണത്തില്ല, പിന്നെ സൗന്ദര്യം കാണത്തില്ല. പക്ഷെ മറ്റുള്ള ആൾക്കാരെ ഭയങ്കര സ്നേഹമായിരിക്കും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ ലീഡേഴ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് പോകുന്നത്, പേഴ്സണൽ ലീഡേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചുറ്റുവട്ടത്ത് കാണുന്ന കാര്യങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ലീഡേഴ്സിന്റെ കൂടെ നിങ്ങൾ നിൽക്കുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരിക്കലും അത് പലപ്പോഴും കണ്ടുള്ളത് പലർക്കും ബുദ്ധിമുട്ടാണ്. അത് വളർത്തിക്കൊണ്ട് വന്ന ലീഡേഴ്സിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളെ വളർത്തിക്കൊണ്ട് വന്നല്ലേ, നമ്മളെ RCMലേക്ക് കൈപിടിച്ചുകൊണ്ട് വന്നു, നമ്മളെ വളർത്തി ഈ ഒരു പൊസിഷനിൽ എത്തിച്ചു. അവര് ഒരിക്കലും ഒറ്റയ്ക്ക് ഒരാൾ കഷ്ടപ്പെട്ടിട്ടല്ല RCM ബിസിനസ്സിൽ ഒരാൾ നേടിയെടുക്കുന്നത്. എല്ലാവരും ഗ്രൂപ്പായിട്ട് അല്ലെ ടീമായിട്ട് വർക്ക് ചെയ്ത്, അതിന് നമ്മുടെ അപ്ലൈന്റെ സഹായം നല്ലോണം ഉണ്ട്. ഡൗൺലൈൻ അത് തന്നെ നമുക്ക് 90% അപ്ലൈന്റെ ഹെൽപ്പ് കൊണ്ടാണ് നമ്മൾ വളർന്നു വരുന്നത്. പിന്നെ നമ്മുടെ ഡൗൺലൈൻസിന് സഹായമുണ്ട്. പിന്നെ നമ്മുടെ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്ക്, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മൾ RCM ഒരു ലീഡറായി വരുന്നത്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത്, അത് പലപ്പോഴും മറന്നു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് എല്ലായിടത്തും. ഞാൻ ഇവിടെ മാത്രമല്ല, കോട്ടയം ടീമൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്, നമുക്ക് മൊത്തത്തിൽ അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ അതിനെ ഒന്ന് മാറ്റി ചിന്തിക്കണം. ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയും, നമ്മുടെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കണം. എപ്പോഴും ആ ഒരു രീതിയിൽ വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ. പിന്നെ നമ്മൾ മീറ്റിങ്ങുകൾക്ക് പ്രാധാന്യം കൊടുക്കണം. പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഞാൻ മീറ്റിങ്ങുകൾക്ക് വന്നാൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇപ്പോഴും ബുക്കും ഡയറിയും അല്ലെങ്കിൽ പേനായും ബുക്കും ഇല്ലാതെ വരുന്ന ആൾക്കാരുണ്ട്. ഒന്നും എഴുതിയെടുക്കാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പിന്നെ അവിടെ വന്നിരുന്ന് പകുതി സമയത്തിൽ കൂടുതൽ വർത്തമാനം പറയുമായിരിക്കും. ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരാൾക്കാർ അടുത്ത് പോയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കൂട്ടോ കമ്പനിയോ നമ്മുടെ ടീമിലുള്ള ആരെങ്കിലും ആയിക്കോട്ടെ പോയി അടുത്ത് പോയിരിക്കും, അവിടെ ഇരുന്ന് പകുതി കൂടുതൽ സമയം സംസാരിക്കുമായിരിക്കും. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും അവസാനം പറയേണ്ടത്, സ്റ്റേജിൽ നിന്ന് കാണാറുണ്ട്, പിന്നെ പരസ്യമായിട്ട് വിളിച്ച് പറയണ്ടല്ലോ വിചാരിച്ചിട്ട് മിണ്ടാതെ ഇരിക്കുന്നതാണ്. അപ്പൊ പിന്നെ അവരെ നമ്മൾ ഒറ്റയ്ക്ക് വിളിച്ച് പറയുകയല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മൾ എന്തിനാണ് മീറ്റിങ്ങിന് പോകണം? നമ്മൾ പഠിക്കാനായി മീറ്റിങ്ങിന് പോകുന്നത് അല്ലെ. അല്ലാതെ രാവിലെ ഒരുങ്ങി കെട്ടി പോയി അവിടെ ഇരിക്കാൻ വേണ്ടിയല്ല. എന്തിനാ 200 രൂപ 100 രൂപ 300 രൂപ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പോകുന്ന എന്തിനാണ്? അവിടെ നമുക്ക് എൻട്രി ഫീസ് ഉണ്ട്, അതും കൊടുത്ത് അവിടെ പോയി രാവിലെ വീട്ടിൽ നിന്ന് നമ്മൾ റെഡിയായി വണ്ടി കയറി കഷ്ടപ്പെട്ട് അവിടെ ചെന്നിരിക്കുന്നത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ തീർച്ചയായിട്ടും പേനായി ഉണ്ടാവണം,
ഈ ബുക്കും പേനയിൽ എഴുതി വെക്കേണ്ട, ബാക്കി സമയത്ത് സംസാരിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക? അപ്പൊ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ക്ലാസ്സിന് ശേഷം ചോദിക്കുക. പിന്നെ ഈ അടുത്തിരിക്കുന്നവരോട് ചോദിക്കുന്ന സംശയങ്ങളാണ്. അടുത്തിരിക്കുന്ന ആരാളല്ല സംശയം ചോദിക്കേണ്ടത്. നമുക്ക് അവിടെ ആരാണോ ആ ക്ലാസ് എടുക്കുന്നത് ആ സമയത്ത് അവരോട് വേണം നമ്മൾ നമ്മുടെ സംശയങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യാൻ. അപ്പൊ തീർച്ചയായിട്ടും മീറ്റിങ്ങുകൾക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ കൂടെ വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അസോസിയേഷനെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മീറ്റിങ്ങിന് പോയാൽ അവിടെ ഇപ്പൊ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾക്ക് ആരൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പൊ ആ ആൾക്കാർ എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത്, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മളത് പാലിച്ചാലേ നമ്മുടെ ടീമിലുള്ളവർ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വാഭാവികമായിട്ടും മൊബൈൽ കുറെ നേരം നമ്മളെല്ലാവരും കുറച്ച് സമയം മൊബൈലൊക്കെ നോക്കി അങ്ങനെ കുറച്ച് സമയം പോകും. കോളൊക്കെ വരുമ്പോൾ അത്യാവശ്യ കോളാണ്, നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും RCM നമുക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ലീഡേഴ്സിനെ മാനിക്കുക. ഈ പറഞ്ഞ പോലെ ലീഡേഴ്സിന്റെ മറ്റു കാര്യങ്ങൾ, സൗന്ദര്യമോ അവരുടെ പ്രായമോ അവരുടെ വിദ്യാഭ്യാസമോ ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അവര് RCMൽ വിജയിച്ച ഒരു ലീഡറാണ്. അവരെങ്ങനെയാണ് വിജയിച്ചു വന്നത്, അവരെന്തൊക്കെ ചെയ്തിട്ടാണ് RCMൽ ഇവിടെ വരെ നേടിയത്, നിങ്ങളെ എങ്ങനെയാണ് കൈപിടിച്ച് നിങ്ങളെ ചേർത്ത് നിർത്തി കൊണ്ടുവന്നത്, ഇതൊക്കെ നിങ്ങൾ മറന്നു പോകാൻ പാടില്ല ഒരിക്കലും. കാരണം അങ്ങനെ നമ്മൾ മറക്കാന്ന് പറയുമ്പോൾ നമ്മുടെ പേരൻസിനെ മറക്കുന്ന പോലെ തന്നെയാണ് ഒരിക്കലും. കാരണം സ്വാഭാവികമായിട്ടും ലീഡേഴ്സിന്റെ മനസ്സിൽ ഒരു വിഷമം ഉണ്ടാവും. അതിനൊരിക്കലും നിങ്ങൾ ഇടയാക്കാതിരിക്കുക. നിങ്ങളെ കൂടെ കൊണ്ടുവന്നവരെ നിങ്ങൾ ചേർത്ത്, അല്ലെങ്കിൽ നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുവന്ന ലീഡേഴ്സിന്റെ കൂടെ ചേർന്ന് നിൽക്കുക എപ്പോഴും. മാനസികമായിട്ട് അത് എല്ലാവർക്കും അത് ബാധകമാണ് അല്ലെ. നമ്മൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ മാത്രമേ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ഇതൊക്കെ പഠിക്കത്തുള്ളൂ. നമ്മൾ എന്താണോ ചെയ്യുന്നത്, ബാബു സാർ എപ്പോഴും പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മുടെ കൂടെ വരുന്നവർ അത് മാത്രമേ ചെയ്യത്തുള്ളൂ അല്ലെ. അത് അവർ കണ്ടിട്ടൊന്നുമല്ല, പക്ഷെ സ്വാഭാവികമായിട്ട് അതൊരു ചക്രമാണ്. അതങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, അതങ്ങനെ വരും, സംഭവിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നല്ലത് മാത്രം നമ്മുടെ ടീം മെമ്പേഴ്സിനെ പഠിപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക. RCMലൂടെ ഏത് കാര്യങ്ങൾ, എന്ത് കാര്യങ്ങൾ നമുക്ക് നേടാൻ സാധിക്കും, നമ്മുടെ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കും. തീർച്ചയായിട്ടും നല്ല മനസ്സിന് ഉടമയായിരിക്കുക, ലക്ഷ്യബോധം ഉണ്ടായിരിക്കുക, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവ് നമുക്ക് വേണം. കൂടാതെ നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ വരുന്നവരെ ചേർത്ത് നിർത്തുക. ഈ പറഞ്ഞ പോലെ ലീഡേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അസോസിയേറ്റ്സിനും പല സ്വഭാവമുള്ളവരായിരിക്കും. അവരും RCMലൊക്കെ വന്ന് അവരൊന്ന് നന്നായിട്ട് നല്ല മനുഷ്യരാവുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ വന്ന് പഠിച്ച് കുറച്ച് സമയം എടുക്കും അവരും നമ്മുടെ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അവരെയും കൂടെ നിർത്തുക. അപ്പൊ ഇങ്ങനെ എല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ അല്ലെ, നല്ല പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നു, നല്ല 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 ഹെൽത്തി പ്രൊഡക്ഷൻ നമുക്ക് കമ്പനിയിൽ നടക്കുന്നു, നമുക്ക് ബോണസ് കിട്ടുന്നു, ബില്ലിങ് പെർഫെക്റ്റ് ആണ്, നമുക്ക് 10 മുതൽ 20% വരെ ഡിസ്കൗണ്ടോട് കൂടി നമുക്ക് പ്രോഡക്റ്റുകൾ കിട്ടുന്നു. അങ്ങനെ എത്രയോ നല്ല കാര്യങ്ങൾ. പിന്നെ നമുക്കാണെങ്കിൽ മീറ്റിങ്ങുകൾ, ഞാൻ ആ മീറ്റിങ്ങിന്റെ കാര്യം ആദ്യം പറഞ്ഞല്ലോ. അപ്പൊ മീറ്റിങ്ങുകൾ മാക്സിമം നമ്മൾ പുതിയ ആൾക്കാരെ കൊണ്ടുവരും. അപ്പൊ പുതിയ ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ മീറ്റിങ്ങുകൾ ഇങ്ങനെ നല്ല രീതിയിൽ നടക്കുന്നതായിട്ട് അവർക്കും തോന്നണം അവിടെ ഓഡിയൻസിന്റെ കൂടെ വന്നിരിക്കുമ്പോൾ. അത് ചെറിയ മീറ്റിംഗ് ആയാലും വലിയ മീറ്റിംഗ് ആയാലും. അപ്പൊ മീറ്റിങ്ങുകളിൽ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരും. അപ്പൊ ഇവിടെ നമുക്ക് വേറെ നമ്മുടെ പഠിത്തമോ അല്ലെ ഒന്നും നിങ്ങൾക്ക് അറിയാം, എഡ്യൂക്കേഷനോ നമ്മുടെ ജാതിയോ മതമോ ആണോ പെണ്ണോ ഇതൊന്നും ഇവിടെ ചോദിക്കുന്നില്ല. അപ്പൊ അത്ര ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റും, ഒന്നും ചോദിക്കുന്നില്ല. 18 വയസ്സ് പൂർത്തിയാവണം, നമുക്കൊരു ഐഡിയ എടുത്തു കഴിഞ്ഞാൽ RCMൽ ആർക്കും ബിസിനസ് ചെയ്യാം. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ വുമൺ എംപവർമെന്റിനെ കുറിച്ച് മാത്രം പറയാൻ പറ്റിയില്ല, സമയം കഴിഞ്ഞു. അപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല. വുമൺ എംപവർമെന്റ് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയൊരു എന്താ പറയാ, അതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം എനിക്ക് തോന്നുന്നില്ല വേറെ ഒരിടത്തും ഇല്ലാന്ന്. ഇത്രയും ഭംഗിയായിട്ട് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്. ഇപ്പൊ നമുക്ക് കീസോൾ എന്ന് പറയുന്ന ഒരു സെഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു ഒറ്റ സെഷൻ മാത്രം മതി ഒരു സ്ത്രീക്ക് RCMലൂടെ വിജയിച്ച് കാണിക്കാൻ, അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ നേടാനും അവരുടെ ആഗ്രഹങ്ങൾ നേടാനും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഓഫീസ് ടൈമിൽ പോകുന്ന പോലെ പോകണ്ട, വീട്ടിലെ കാര്യങ്ങളും എല്ലാവരുടെ കാര്യങ്ങളും നോക്കി. അത് വീട്ടമ്മയാണ്, വീട്ടമ്മ ചെയ്തേ പറ്റുള്ളൂ, നമ്മുടെ ഒരു കടമയാണ്, നമ്മൾ അത് ചെയ്യുന്നതാണ്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു കുറച്ച് സമയം മാറ്റി വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു വളർച്ച, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വരുമാനം നേടാൻ, അല്ലെങ്കിൽ വരുമാനം ഇല്ലാത്ത വീട്ടമ്മമാർ, സ്വന്തമായിട്ട് ഒരു വരുമാനം ഇല്ലാത്ത വീട്ടമ്മമാർക്ക് തീർച്ചയായിട്ടും ഇതിലൂടെ ഒരു വരുമാനം നേടിയെടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പം എന്താ പറയാ, എനിക്ക് തന്ന സമയം കഴിയാറായി. അപ്പം ഒരുപാട് സന്തോഷം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, RCMലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന ഞങ്ങളുടെ ലീഡേഴ്സ് മൂർത്തി സാറ്, ബിനി സാറ്, ഗോകുമാർ സാറ്, ഇവര് മൂന്നുമാണ് ഞങ്ങളുടെ അപ്ലൈൻസ്. അപ്പം ഇവർക്ക് ഒരിക്കലും നന്ദി പറയാം, TCG ഓർക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഇപ്പം നമുക്കറിയാം, കമ്പനി പുതിയ പുതിയ തലങ്ങളിലേക്ക് പോവാണ്, നമ്മളും ആ കൂടെ വളർന്നാൽ മാത്രമേ നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പൊ ഞങ്ങളെ RCMലേക്ക് കൊണ്ടുവന്ന ഈ മൂന്ന് ലീഡേഴ്സിനും
നന്ദി പറയുകയാണ്. അവർ കൊണ്ടുവന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ഞങ്ങളുടെ കൂടെ നിന്ന് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. അപ്പം ഈ പറഞ്ഞ പോലെ ലീഡേഴ്സിന്റെ കൈ പിടിച്ച് അവരുടെ കൂടെ നിന്ന് നമ്മളെ അവരെ ചേർത്ത് കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഒരു ലെവലിലേക്ക് വളർന്നു. കാര്യങ്ങൾ പഠിപ്പിക്കാനും ഒക്കെ അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവർ 3 പേർക്ക് നന്ദി പറയുകയാണ്. അതുപോലെ ഞങ്ങളുടെ അസോസിയേറ്റ്സ്, അത് വലിയൊരു ടീമിന്റെ ഉടമയാണ് ഇന്ന് ബാബു സാർ. അപ്പൊ നമ്മുടെ ഇന്ന് വരുന്ന, അല്ലെങ്കിൽ ഇപ്പൊ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരാൾക്ക് പോലും നമ്മുടെ കൂടെ അല്ലെ, നമ്മുടെ ടീമിന്റെ വളർച്ചയിൽ, നമ്മുടെ ആ ഒരു വളർച്ചയിൽ പങ്കുണ്ട്. എല്ലാവർക്കും നന്ദി പറയുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നത്. എന്നെ ഇതിലേക്ക് വിളിച്ച റജിമോൻ സാറിന് പ്രത്യേകം നന്ദി പറയുകയാണ്. പെട്ടെന്നാണ് ഇന്നലെ സാറ് പറഞ്ഞത്, പെട്ടെന്ന് എന്ത് പറയണം അല്ലെങ്കിൽ എങ്ങനെ പറയണം, കുറച്ച് ദിവസങ്ങളായി ക്ലാസ്സുകളൊക്കെ എടുത്തിട്ട്, അപ്പം എന്ത് പറയണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പെട്ടെന്ന് മനസ്സിൽ വന്നത് അടുക്കി ചിട്ടയൊന്നുമില്ല, മനസ്സിൽ വന്ന കാര്യങ്ങൾ. കാരണം ഞാൻ ഈ ഒരു 14 വർഷം കൊണ്ട് ആസിമിൽ നിന്ന് കണ്ട കാര്യങ്ങള് ഒന്ന് എന്താ പറയാ, ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അത് പാലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർസിഎമ്മിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് എല്ലാവർക്കും പറയാൻ ഒരേ കാര്യങ്ങളേ ഉള്ളൂ. ഒരാൾക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാനും ഉണ്ട്. കാരണം ഇത്രയും ചെയ്താൽ മാത്രമേ ആർസിഎമ്മിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവര് കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയാണല്ലോ പറഞ്ഞത്, അല്ലെ മറ്റേ ലീഡർ ഇതേ ഉള്ളൂ ആർസിഎമ്മിൽ പറയാൻ, ഇത് ചെയ്താലേ ഉള്ളൂ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നാലെ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ ആർസിഎമ്മിൽ വിജയിക്കും എന്നുള്ളതിന്, കാരണം ഞങ്ങൾ അത് പാലിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സ്റ്റാർ അമറാഡ് അല്ലെങ്കിൽ റൈസിംഗ് കോർ ലീഡർ എന്ന പദവിയിൽ നിൽക്കുന്നത്. അതുപോലെ ഓരോ ലീഡേഴ്സും. അപ്പൊ ഇത് നിങ്ങൾ പാലിക്കുക. നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ തോന്നുന്നുണ്ടോ? നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് ആർസിഎമ്മിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ ആർസിഎമ്മിൽ വിജയിക്കത്തുള്ളൂ. പലരും ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ്, ഞാൻ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് ആരും വിജയിക്കാത്തത്. പല പിന്നിൽ എത്തിയിട്ട് താഴേക്ക് പോയിട്ട് മുകളിലേക്ക് വരാത്തത് എന്താ നിങ്ങൾ തന്നെ ആലോചിക്കും. ഞാൻ ഇന്ന് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, പോയിന്റ് ഔട്ട് ആയിട്ട് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ. 100% നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആർസിഎമ്മിൽ വിജയിച്ചിരിക്കും. അത് ചെയ്യാത്തത് കൊണ്ടാണ് വിജയിക്കാത്തത് എന്നുള്ള 100% ഞാൻ ഉറപ്പ് പറയും. അതാണ് വീണ്ടും വീണ്ടും ഞങ്ങള് ലീഡേഴ്സ് ഇതിങ്ങനെ പറഞ്ഞു തരുന്നതിന്റെ കാര്യം. അപ്പൊ റിപ്പീറ്റേഷൻ നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം നിങ്ങൾ ഇത് പാലിച്ചാൽ മാത്രമേ വിജയിക്കുള്ളൂ, അതിന് വേറൊരു സംശയമില്ല. അപ്പൊ എന്റെ ലീഡേഴ്സിനും എന്റെ അസോസിയേറ്റ്സിനും എല്ലാം നന്ദി പറയുകയാണ്. അപ്പൊ ഒരിക്കൽ കൂടി റജിമോൻ സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. യാസിയും ഉഡാർസിയും താങ്ക് യു സാർ.